ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സോ ഇന്ന് നമ്മൾ ലിസണിങ്ങിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ ലിസണിങ്ങിന്റെ രണ്ട് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സോ അതാദ്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. കേൾപ്പിച്ചതിന് ശേഷമായിരിക്കും എക്സ്പ്ലനേഷൻ. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആൻസർ വരുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടിയത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആൻസർ ആണ് കിട്ടിയെങ്കിലും ആ കിട്ടുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമെങ്കിലും ആ ഒരു കറക്റ്റ് മെത്തേഡിലായിരിക്കത്തില്ല കിട്ടണം എന്നുള്ളത് കേട്ടോ. സോ ഞാൻ പറയുന്ന മെത്തേഡ് മനസ്സിലാക്കി വെക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണ്. രണ്ട് ക്വസ്റ്റ്യൻസും കേൾപ്പിക്കുവാണേ. ഓക്കെ. Now look at question 29. Did you manage to attend the pediatric nutrition seminar last week? Yes, I did. I found it particularly enlightening, especially the section on micronutrient requirements for infants. I agree. It was quite detailed. I appreciated the emphasis on vitamin D and iron, especially given the prevalence of deficiencies in those areas. Right? I also thought the discussion on the challenges of ensuring adequate nutrition for picky eaters was spot on. It's a real concern for many parents. Yes, and offering those practical strategies on how to incorporate essential nutrients creatively in their meals was a nice touch. Parents are always looking for ideas. Now look at question 30. Dr. Mitchell, I've been going over the notes from our recent surgery on the patient with the abdominal mass. The approach we took was different from what I learned in medical school. Ah, you're referring to the minimally invasive technique we used. Yes, exactly. I've mostly seen the traditional open surgery for such cases. Minimally invasive surgeries have their advantages, especially in terms of quicker recovery and reduced postoperative pain, but they do require a different skill set. I noticed the precision required, especially with the laparoscopic tools. It seemed challenging. It takes some getting used to, but with practice, it becomes second nature. It's always good to be versatile and learn both techniques. Depending on the patient and situation, one approach might be more beneficial than the other. I see. I'll definitely want to practice more on the simulator before attempting another one. That's the spirit. It's all about continuous learning and adapting. ഓക്കെ. സോ ഓഡിയോ എല്ലാവരും കേട്ടല്ലോ. ഓഡിയോ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടി കാണും. ഇനി ഇൻ കേസ് ആൻസർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആസ്പെക്ട് ഓഫ് ദ പീഡിയാട്രിക് ന്യൂട്രീഷൻ സെമിനാർ വാസ് അപ്രീഷിയേറ്റഡ് ബൈ ദ ഡയറ്റീഷ്യൻസ്? ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കീവേഡ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ പർപ്പസ് ടൈപ്പ് ആണോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പീഡിയാട്രിക് ന്യൂട്രീഷൻ സെമിനാർ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ അതില് ഡയറ്റീഷ്യൻസ് അപ്രീഷിയേറ്റ് ചെയ്തത്, അതായത് അഭിനന്ദിച്ച ആ ഒരു സെമിനാറിന്റെ ഏത് വശമാണ്, ഏത് ആസ്പെക്ട് ആണെന്നാ ചോദിക്കുന്നത്. സോ ഏതാണ് അവരെന്ത് ചെയ്തത്, അപ്രീഷിയേറ്റ് ചെയ്തത്? സോ അത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കുമല്ലോ. നമ്മൾ അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവായിട്ട് പറയണതായിരിക്കും. പക്ഷേ പോസിറ്റീവ് എല്ലാം അവിടെ പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഇറ്റ് കവേർഡ് കോമൺ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഇൻ കിഡ്സ്. കിഡ്സിലുള്ള കോമൺ ആയിട്ടുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആണ് അത് കവർ ചെയ്തത്.
ഇനി it highlighted the significance of vitamin D and iron. വൈറ്റമിൻ ഡിന്റെയും അയണിന്റെയും ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്തത്. ഇറ്റ് ഷോ പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ടു ഇൻകോർപ്പറേറ്റ് വൈറ്റൽ ന്യൂട്രിയൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ മെത്തേഡ്സ് അല്ലെ, മെത്തേഡ്സ് അവിടെ കാണിച്ചു. സോ ഇത് എല്ലാം ആക്ച്വലി പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ചില കേസസിൽ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ മാത്രം മതി എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ എല്ലാം എന്താണ് അപ്രീഷിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, പക്ഷെ അവിടെ ഓഡിയോയിലും ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറഞ്ഞു പോണത്. അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ? ശ്രദ്ധിച്ചേ, ഞാൻ കേൾപ്പിക്കുവാണേ. Yes, I did. I found it particularly enlightening, especially the section on micronutrient requirements for infants. അപ്പൊ അവിടെ ആ ഒരു എന്താണ് അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെ, അത് പോസിറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഏത് ആസ്പെക്ട് ആണ് പോസിറ്റീവ് എന്ന് നോക്കണേ. I agree. It was quite detailed. I appreciated the emphasis on vitamin D and iron, especially given the prevalence of deficiencies in those areas. അല്ലെ, നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് അവിടെ പറയുന്നുണ്ട് I appreciated the emphasis on vitamin D and iron, especially given the prevalence of deficiencies in those areas. അപ്പൊ എസ്പെഷ്യലി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ I appreciated the emphasis അല്ലെ, അപ്പോ അപ്രീഷിയേറ്റ് ചെയ്തത് ഇതാണ്. അപ്പൊ ആ ഒരു ഡയറ്റീഷ്യൻ അപ്രീഷിയേറ്റ് ചെയ്തത് ഇതാണെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. സോ വൈറ്റമിൻ ഡി ആൻഡ് അയൺ റിലേറ്റ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട്. പക്ഷേ വേറെയും കാര്യങ്ങൾ അവിടെ പറയാം അല്ലെ, പോസിറ്റീവായിട്ട് എല്ലാം പോസിറ്റീവായിട്ടാണ് പറഞ്ഞു പോണത്. സോ ഇപ്പൊ നിലവിൽ ബി ആണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ബിയിലേക്ക് പോകണം. പിന്നെ വേറെ ഏതെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതും നോട്ട് ചെയ്യണം. ശ്രദ്ധിച്ചേ. Right? I also thought the discussion on the challenges of ensuring adequate nutrition for picky eaters was spot on. ശ്രദ്ധിക്കണം, ഓൾസോ വെച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഓൾസോ എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻസ് കുറവാണ്. ഓൾസോ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഏതെങ്കിലും ഒരു പ്രയോറിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഇതും ബാധകമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾസോ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണത്. സോ അതിനെപ്പോഴും പ്രയോറിറ്റി കുറവായിരിക്കും. അപ്പം ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓൾസോ വെച്ചിട്ട് വരുന്നത് മെയിൻ ആയിട്ടുള്ളതിലേക്ക് നമ്മൾ എടുക്കണ്ട. അപ്പൊ ആ ഒരു സെന്റൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക്വേർഡ് അടിച്ച് കേട്ടാൽ മതിയേ. അപ്പൊ ഓൾസോ വെച്ചിട്ടുള്ളതായതുകൊണ്ട് ഇപ്പൊ പറയണ നമ്മൾ ശ്രദ്ധിക്കേണ്ട. It's a real concern for many parents. Yes, and offering those practical strategies on how to incorporate essential nutrients creatively in their meals was a nice touch. നൈസ് ടച്ച് എന്ന് പറയുന്നത്, അതായത് സി അവിടെ ശ്രദ്ധിക്കണേ. സി ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കുവാണേ. Incorporate essential nutrients creatively. Yes, and offering those practical strategies on how to incorporate essential nutrients creatively in their meals was a nice touch. പക്ഷെ നൈസ് ടച്ച് എന്നേ പറയുന്നുള്ളൂ. പക്ഷെ എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ബി ആണ് അല്ലെ. നൈസ് ടച്ച് എന്ന് പറയുമ്പോൾ നൈസ് ആയിരുന്നു എന്നുള്ള മീനിങ്ങിലേക്ക് പോകുന്നുള്ളൂ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലേക്ക് പോകുന്നില്ല. നൈസ് എന്ന് പറയുന്നത് വേറെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വേറെ അല്ലെ. നൈസ് എന്ന് പറയുമ്പോൾ ഗുഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ് അല്ലെ. സോ അതുകൊണ്ടാണ് സി എലിമിനേറ്റ് ചെയ്യണത്. അപ്പൊ കേൾക്കുമ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബിയും സിയും അവിടെ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ ആൻസർ എടുക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ബി ആണ്. സോ ബി ആൻസറിലേക്ക് വരും. ഇനി സി നമ്മൾ എലിമിനേറ്റ് ചെയ്യും. സോ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. Parents are always looking for ideas. അത്രേ ഉള്ളൂ അല്ലെ. സോ അത് വെച്ചിട്ട് നമ്മളുടെ 29th ആൻസർ ബിയിലേക്കാണ് പോണത്. ഇൻ കേസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സിൽ അത് പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അതും കൂടെ ക്ലാരിഫൈ ചെയ്ത് വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് question 30. ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് സർജൻസ് റീസൺ ഫോർ അഡ്വൈസിങ് സർജിക്കൽ റെസിഡന്റ് ടു ഗെറ്റ് മോർ ഫെമിലിയർ വിത്ത് മിനിമലി ഇൻവേസീവ് അപ്രോച്ച് അല്ലെ. അതായത് വാട്ട് വാസ് സർജൻസ് റീസൺ, സർജന്റെ റീസൺ എന്താണ്? ഇനി അവിടെ അടുത്താണ് നമ്മുടെ ഫാക്ട് വരുന്നത്. ഫോർ അഡ്വൈസിങ് സർജിക്കൽ റെസിഡന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് മോർ ഫെമിലിയർ വിത്ത് മിനിമലി ഇൻവേസീവ് അപ്രോച്ച്. മിനിമലി ഇൻവേസീവ് എന്ന് വെച്ചാൽ ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ നടത്തുന്ന ഒരു സർജറി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് കൂടുതൽ ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് സർജിക്കൽ റെസിഡന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. അപ്പോ അവരെ ഈ സർജിക്കൽ റെസിഡൻസിനെ
കൂടുതൽ അല്ലെ മിനിമലി ഇൻവേസീവ് അപ്രോച്ചുമായിട്ട് കൂടുതൽ ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ സർജൻ അഡ്വൈസ് ചെയ്യുന്നതിന്റെ റീസൺ വാട്ട് എന്താണ്? WHO ആകുമ്പോൾ അത് എന്താണ് അല്ലെ, വൈ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, ഹൗ എന്ന് പറയുമ്പോൾ എങ്ങനെ, അങ്ങനെ തന്നെ നോട്ട് ചെയ്യണം. സോ ആ ഒരു റീസൺ എന്താണെന്നാ ചോദിക്കുന്നത്. സോ സർജൻ അഡ്വൈസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്നാ ചോദിക്കുന്നത് അല്ലെ. സോ ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് ബിക്കോസ് ലാപ്രോസ്കോപ്പിക് ടൂൾസ് ആർ ഓൾവേസ് വെരി Dr. Mitchell. ചലഞ്ചിങ്. അതായത് ലാപ്രോസ്കോപ്പിക് ടൂൾസ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയതുകൊണ്ടാണ് ലെസ് ഇൻവേസീവിലേക്ക് പോകണം അല്ലെ, അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവിലേക്ക് പോണത്. ഇനി ബിക്കോസ് ദേ റിക്വയർ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് അല്ലെ. നമ്മൾ കണ്ടിന്യൂസ് അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം അല്ലെ. അതുപോലെ തന്നെ അത് അഡാപ്റ്റും ചെയ്തു പോകണം, പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യണം. സോ അതുകൊണ്ട് ബിക്കോസ് ദീസ് ലെസ് ഇൻവേസീവ് മെത്തേഡ്സ് നീഡ് ഡിസ്റ്റിങ്ക്ട് എക്സ്പെർട്ടീസ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടീസ്, അതായത് എന്താണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സ്കിൽ അത് ആവശ്യമാണ്. അതുകൊണ്ട് സോ അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻവേസീവ് ആയിട്ടുള്ള ടൂൾസ് അല്ലെ, ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ചലഞ്ചിങ് ആയതുകൊണ്ട് ഇനി എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം അല്ലെ. സിമ്പിൾ ആയിട്ട് ആ മീനിങ് മനസ്സിലാക്കി പോയാൽ മതി. അതുപോലെ സീല് പറയുന്നത് എന്താണ്, അതിന് അതിൻ്റെതായിട്ടുള്ള സ്കില്ല് വേണം അല്ലെ, എക്സ്പെർട്ടീസ് വേണം. ശ്രദ്ധിച്ചേ, നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. I've been going over the notes from our recent surgery on the patient with the abdominal mass. The approach we took was different from what I learned in medical school. നമ്മൾ എടുത്തിരിക്കുന്ന അപ്രോച്ച് ഡിഫറെന്റ് ആണെന്ന് പറയുന്നുണ്ട്. You're referring to the minimally invasive technique we ശ്രദ്ധിക്കണേ. used. റീസൺ Yes, exactly. I've mostly seen the traditional open surgery for such cases. Minimally invasive surgeries have their advantages, especially in terms of quicker recovery and reduced post-operative pain. ക്വിക്കർ റിക്കവറിക്കും അല്ലെ റെഡ്യൂസ്ഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനിന് വേണ്ടിയിട്ടും അത് യൂസ്ഫുൾ ആണ്, ബെനിഫിഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. സോ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അല്ലെ. ഫാസ്റ്റ് റിക്കവറി എന്നൊന്നും അവിടെ പറയുന്നില്ല. But they do require a different skill set. ബട്ട് ദേ ഡു റിക്വയർ എ ഡിഫറെന്റ് സ്കിൽ സെറ്റ്. സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെർട്ടീസ് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുമ്പോൾ എക്സ്പെർട്ടീസ്, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് വേണം. അതായത് അത് ബെനിഫിഷ്യൽ ആണെങ്കിലും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് വേണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് പറയുന്നുണ്ടോ നോക്കാം. I noticed the precision required, especially with the laparoscopic tools. It seemed challenging. ഇറ്റ് സീം ചാലഞ്ചിങ് എന്ന് പറയുന്നത് സീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിലിറ്റി മാത്രമാണ്, അങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ ഇറ്റ് സീം ചാലഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ചലഞ്ചിങ് എന്നുള്ള വേർഡ് കണ്ടിട്ട് കൺഫ്യൂഷൻ വരും. അപ്പൊ സി നമ്മളിപ്പോ നോട്ട് ചെയ്ത് വെക്കും, പെട്ടെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. സോ അതാണ് നിങ്ങൾക്ക് എന്താണ് നോർമലി ആൻസേഴ്സ് തെറ്റിപ്പോണത്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും കറക്കി കുത്തി അങ്ങ് എഴുതി വെക്കും അല്ലെ. പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻസ് പറയുമ്പോൾ അത് പോസിബിലിറ്റി ആയിട്ടാണോ പറയണമെന്ന് നോക്കുക. പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ, മൈറ്റ്, ക്യാൻ, കുഡ് അല്ലെ. അതുപോലെ ഇറ്റ് ഈസ് ലൈക്ലി ടു ബി, ദർ ഇസ് എ പോസിബിലിറ്റി, ദർ ഇസ് എ ചാൻസ്, ഇങ്ങനെ വരുന്നതൊക്കെ നോർമൽ സെന്റൻസുകളല്ല, സാധ്യത ഉണ്ടെന്ന് മാത്രം സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. സോ അങ്ങനെയുള്ള സെന്റൻസ് വരുമ്പം നമ്മളത് കൺഫേം പറയുന്ന സെന്റൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല അല്ലെ. സർജന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പം ഒരു അല്ലെ പോസിബിലിറ്റി ആയിട്ട് അവിടെ പറയാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ സി ആണ് ഇപ്പോഴും നമ്മൾ ആൻസറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. It takes some getting used to, but with practice, it becomes second nature. It's always good to be പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാ പറയുന്നത്. കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ള മീനിങ് എടുക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സംഭവം നമ്മൾ പിന്നെയും പ്രാക്ടീസ് ചെയ്യാന്നുള്ള മീനിങ് ആണ് അല്ലെ. പക്ഷെ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് അപ്ഡേറ്റഡ് ആവുക എന്നുള്ള മീനിങ് ആണല്ലേ. പുതിയ ഇൻഫർമേഷൻ നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ പ്രാക്ടീസിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സംഭവം പിന്നെയും നമ്മൾ എടുത്തു വെച്ച് പഠിക്കുന്നത് അല്ലെ. അതിനെയാണ് പ്രാക്ടീസിംഗ് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ലേണിംഗും പ്രാക്ടീസിംഗും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റേ. versatile and learn both techniques. രണ്ട് Depending on ടെക്നിക്സും പഠിക്കണം. സോ ആ ഒരു സെൻസ് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കുവാണേ, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ശ്രദ്ധിച്ചേ. the patient, it takes some getting used to, but with practice, it becomes second nature. ഗെറ്റിംഗ് യൂസ് ടു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഗെറ്റിംഗ് യൂസ് ടു എന്ന് വെച്ചാൽ അത് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള മീനിങ് ആണ് അല്ലെ. അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം. സോ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ബി യു ആക്ച്വലി അവിടെ ചെറുതായിട്ട് പറയുന്നുണ്ടേ, ശ്രദ്ധിക്കണേ.
but they do require a different skill set. I noticed the precision required, especially with the laparoscopic tools. It seemed challenging. It takes some getting used to, but with practice, it becomes അല്ലേ? second nature. നമ്മളത് അഡാപ്റ്റ് ചെയ്യണം, പക്ഷെ പ്രാക്ടീസിലൂടെ നമുക്കത് എന്താണ് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, മിനിമലി ഇൻവേസീവ് അപ്രോച്ച് അതുമായിട്ട് കൂടുതൽ ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് അവിടെ അഡ്വൈസ് ചെയ്യുന്ന സർജന്റെ റീസൺ, അതായത് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിന്റെ റീസൺ ആണോ പറയുന്നത്? ബി, ഒരിക്കലും അല്ല. അതായത് കണ്ടിന്യൂസ് ലേണിങ്ങും അഡാപ്റ്റേഷനും വേണം എന്നുള്ളത് കൊണ്ടാണ് മിനിമലി ഇൻവേസീവ് അപ്രോച്ച് കൂടുതൽ ഫെമിലിയർ ആകണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റീസൺ ആയിട്ടല്ല അവിടെ പറയുന്നത്, അല്ലെ? അതായത് മിനിമലി ഇൻവേസീവ് എന്ന് പറയുന്നത് നമ്മളത് യൂസ്ഡ് ആവണം, അതുപോലെ കണ്ടിന്യൂസ് പ്രാക്ടീസും നമുക്ക് അവിടെ വേണം അത് യൂസ് ചെയ്യണമെങ്കിൽ. അല്ലാതെ മിനിമലി ഇൻവേസീവ് യൂസ് ചെയ്യണതിന്റെ റീസൺ അല്ല അവിടെ പറയുന്നത്, അതൊരു ഫാക്ട് മാത്രമാണ്, റീസൺ അല്ല. സോ അതുകൊണ്ടാണ് ബി നമ്മൾ ആൻസറിലേക്ക് എടുക്കാത്തത്. പക്ഷേ മിനിമലി ഇൻവേസീവ് അപ്രോച്ച് യൂസ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ ആയിട്ടാണ് സി പറയുന്നത്, അല്ലെ? ഇനി എ പറയുന്നത് പോസിബിലിറ്റി ആണ്, പക്ഷെ ഇവിടെ ഓൾവേസ് എന്നാ പറയുന്നത്. ഓൾവേസ് ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ അത് 100% കൺഫേം ആയിട്ട് പറയുന്നത് തന്നെയാണ് ഓൾവേസ് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെ? സോ അത് വെച്ചിട്ടാണ് എ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും, അല്ലെ? ബാക്കിയും കൂടെ കേൾക്കാം. It's always good to be versatile and learn both techniques. Depending on the patient and situation, one approach might be more beneficial than the other. അത് അവിടെ ഒന്നും പറയുന്നില്ല, അല്ലെ? അത്രയും I പറഞ്ഞു see. നോക്കുക. I'll definitely want to practice more on the simulator before attempting another one. ഞാൻ കൂടുതൽ That's പ്രാക്ടീസ് the ചെയ്തോളാം. spirit. It's all about continuous learning and adapting. ബി പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ്. അതായത് കണ്ടിന്യൂസ് ലേണിങ്ങും അഡാപ്റ്റിങ്ങും അവിടെ വേണം. പക്ഷേ ഈ ഒരു മിനിമലി ഇൻവേസീവ് ടെക്നിക്ക് യൂസ് ചെയ്യണതിന്റെ ഒരു റീസൺ ആയിട്ടല്ല അവിടെ കണ്ടിന്യൂസ് ലേണിങ്ങും അഡാപ്റ്റിങ്ങും പറയണത്. അതായത് മിനിമലി ഇൻവേസീവ് ആകുമ്പോൾ നമ്മൾ അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതെ പഠിച്ച് മനസ്സിലാക്കി പോകണം എന്നുള്ളൊരു മീനിങ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെ? സോ അത് വെച്ചിട്ടാണ് ആൻസർ സിയിലേക്ക് പോണത്. ഓക്കെ, സോ അത് കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ആക്ച്വലി ചാലഞ്ചിങ് എന്ന് പറയുന്ന വേർഡ് പറയുന്നുണ്ട്, അല്ലെ? പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് ഡയറക്റ്റ് ആയിട്ടും പറയുന്നുണ്ട്, പിന്നെ ഡിഫറെന്റ് സ്കിൽ സെറ്റ്, അല്ലെ? പക്ഷേ ഈ സി പറയുമ്പോഴാണ് അവിടെ ആ ഒരു സർജനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മിനിമലി ഇൻവേസീവ് സർജറീസ് ഹാവ് ദിയർ അഡ്വാൻറ്റേജസ്. മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള സർജറി ആണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. സോ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ള മീനിങ്ങിൽ സി ആണ് പറഞ്ഞു പോകുന്നത്. സോ അതുകൊണ്ടാണ് സി വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. സോ അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 29ന്റെ ആൻസർ വരുന്നത് ബിയും, ബി ഫോർ ബാറ്റും, 30യുടെ ആൻസർ വരുന്നത് സിയും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, അല്ലെ? ഓക്കെ, അപ്പൊ താങ്ക് യു.